ബ്രിട്ടീഷ് സൈനിക ഡ്രോണിലും ചൈനീസ് നോട്ടം. ക്യാമറകൾ വിദേശ സെർവറിലേക്ക് കണക്റ്റായി എന്നുള്ള ഭയപ്പെടുത്തുന്ന റിപ്പോർട്ട്. ബ്രിട്ടന്റെ എലൈറ്റ് സൈനിക വിഭാഗമായിട്ടുള്ള റോയൽ മറീനുകൾ ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിരുന്ന ചൈനീസ് നിർമ്മിത ക്യാമറകൾ വിദേശ സെർവറുമായി സ്വമേധയാ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം എന്തായിരുന്നാലും പുറത്തു വന്നതോടെ ഡ്രോണുകളിലെ ഇന്റർനെറ്റ് കണക്ഷൻ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം തന്നെ വിച്ഛേദിച്ചു. UK ദിനപത്രമായിട്ടുള്ള ദ ടെലഗ്രാഫാണ് ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടത്. റോയൽ മറീനുകൾ ഉപയോഗിക്കുന്ന K3 സ്കൗട്ട് ഡ്രോൺ സംവിധാനത്തിലാണ് ഈ പ്രശ്നം കണ്ടെത്തിയത്. ഏകദേശം 12 ദശലക്ഷം പൗണ്ട് മൂല്യമുള്ളതാണ് ഈ ഡ്രോൺ നെറ്റ്വർക്ക് തന്നെ. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക നീക്കങ്ങളിൽ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുകയാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടയിൽ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ, സൈനിക ഡ്രോൺ സംവിധാനങ്ങളിൽ പതിവ് സൈബർ സുരക്ഷാ പരിശോധന നടത്തുന്നതിനിടയിലാണ് ക്യാമറകളിൽ നിന്നുള്ള അസാധാരണമായ ഒരു കണക്ഷൻ കണ്ടെത്തിയത്. ഡ്രോണുകളിൽ ഉപയോഗിച്ചിരുന്ന ക്യാമറ ഘടകങ്ങളിൽ ചൈനയിൽ നിർമ്മിച്ചവയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പരിശോധനയിൽ ഈ ക്യാമറ സംവിധാനങ്ങൾ ഒരു ബാഹ്യ സെർവറുമായി സ്വമേധയാ ബന്ധപ്പെട്ടു. ക്യാമറകൾ അയച്ചത് പ്രധാനമായും ഹാർട്ട് ബീറ്റ് ഡേറ്റ പാക്കറ്റുകളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഒരു ഉപകരണം പ്രവർത്തിക്കുന്നുണ്ടെന്നും നെറ്റ്വർക്കുമായി അത് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും റിമോട്ട് സെർവറിനെ അറിയിക്കുന്ന ഒരു ചെറിയ സിഗ്നലുകളാണ് ഹാർട്ട് ബീറ്റ് ഡേറ്റ എന്നും പിന്നീട് കണ്ടെത്തി. എന്നാൽ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഡ്രോൺ സംവിധാനം വിദേശ സെർവറുമായി ഇത്തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതൊരു വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. രഹസ്യമായി ഇവിടെ ഡേറ്റ ചോർത്തിയോ എന്ന ചോദ്യവും ഏറെ പ്രസക്തമാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക വിവരങ്ങൾ ചോർന്നതായി തെളിവില്ലെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പറയുന്നു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ക്യാമറകളുടെ ഇന്റർനെറ്റ് കണക്ഷനും വിച്ഛേദിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. എന്നാലും സൈനിക ഡ്രോണുകളിൽ നിന്നുള്ള ചെറിയ വിവരങ്ങൾ പോലും എതിരാളികൾക്ക് കിട്ടിയാൽ അത് വളരെ കരുത്തുറ്റ ആയുധമായി ഒരുപക്ഷെ നാളെ മാറിയേക്കും. ഡ്രോൺ എപ്പോൾ പ്രവർത്തിക്കുന്നു, എവിടെയാണ് ഉപയോഗിക്കുന്നത്, എത്ര നേരം പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ള വളരെ നിർണായകമായ വിവരങ്ങൾ പോലും സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകാൻ സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഡ്രോണുകൾ എത്തിയത് എന്ന് ചോദിച്ചാൽ, റോയൽ മറീനുകളുടെ ഡ്രോൺ നെറ്റ്വർക്ക് വിതരണം ചെയ്തത് UK പ്രതിരോധ കരാർ കമ്പനിയായിട്ടുള്ള ക്രാക്കൻ ടെക്നോളജി ഗ്രൂപ്പാണ്. ഡ്രോണുകളിലെ ഒപ്റ്റിക്കൽ ക്യാമറ ഘടകങ്ങൾ മറ്റൊരു മൂന്നാം കക്ഷി വിതരണക്കാരിൽ നിന്നാണ് ഇവർ കൈമാറിയത്. ഈ ഘടകങ്ങൾ സുരക്ഷിതമാണെന്ന് നേരത്തെ ഉറപ്പ് നൽകിയെങ്കിൽ പോലും അതല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ചൈനീസ് ടെക്നോളജിയെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും അങ്ങനെ ഉയരുകയാണ്. സൈനിക ഉപകരണങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സാങ്കേതിക വിദ്യകളും ഘടകങ്ങളും ഉപയോഗിക്കുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ചിലവ് കുറയ്ക്കാനും ഉപകരണങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനും ഇത് സഹായിക്കുന്നെങ്കിൽ പോലും ഇത്തരം ഘടകങ്ങളുടെ സപ്ലൈ ചെയിൻ സുരക്ഷ വലിയ ചോദ്യചിഹ്നമായി തന്നെ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് നിർമ്മിത സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന സുരക്ഷാ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. റോയൽ മറീനുകളുടെ ഡ്രോണുകൾ കഴിഞ്ഞ മാർച്ചിലായിരുന്നു സൈനിക വിഭാഗത്തിന്റെ ഭാഗമായത്. കടലിലെ അതിവേഗ നീക്കങ്ങൾക്കും പ്രത്യേക സേനകൾക്കും നിരീക്ഷണ സഹായം നൽകുന്നതാണ് ഇവ. ഇത്തരത്തിലുള്ള സംഭവം നടന്നതിന് പിന്നാലെ ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് സൈനിക ഉപകരണങ്ങളിലും സമാനമായ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തിപ്പോരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.